ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് 82,000 രൂപ ശമ്പളത്തിൽ ജോലി, മറ്റ് ആനുകൂല്യങ്ങളും. ചണ്ഡീഗഡിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. ആകെ 424 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 7 ആണ്. 212 തസ്തികകൾ ജനറൽ വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. പട്ടികജാതി 47 തസ്തിക, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ OBC നോൺ ക്രിമിലിയർ 123 തസ്തിക, സാമ്പത്തികമായി ദുർബല വിഭാഗങ്ങൾ EWS 42 തസ്തിക, ബെഞ്ച് മാർക്ക് വൈകല്യമുള്ളവർ 16 തസ്തിക എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നഴ്സിംഗിൽ സയൻസ് ബിരുദം BSc അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഡിപ്ലോമ GNM, കുറഞ്ഞത് 50 കിടക്കകളുള്ള ഒരു ആശുപത്രിയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രായോഗിക പരിചയം എന്നിവ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകർ സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൽ നഴ്സുമാരായും മിഡ്വൈഫ്മാരായും രജിസ്റ്റർ ചെയ്തിരിക്കണം. എഴുത്തുപരീക്ഷ, രേഖാപരിശോധന എന്നീ പ്രക്രിയകൾക്ക് ശേഷമാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. നഴ്സിംഗുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ അറിവും കഴിവുകളും വിലയിരുത്തുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കും. എഴുത്തുപരീക്ഷയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികളെ അവരുടെ യോഗ്യതകളും പ്രൊഫഷണൽ യോഗ്യതകളും പരിശോധിക്കാൻ വെരിഫിക്കേഷന് വിളിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് GMCH ചണ്ഡീഗഡ് നഴ്സിംഗ് ഓഫീസർ ശമ്പള സ്കെയിലിൽ 44,900 മുതൽ 1,42,400 രൂപ വരെ ലെവൽ 7 പ്രകാരം പ്രതിമാസ ശമ്പളം ലഭിക്കും. മത്സരാധിഷ്ഠിത ശമ്പള പാക്കേജ്, ദീർഘകാല ആനുകൂല്യങ്ങൾ, സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ്. 9,300 രൂപ മുതൽ 34,800 രൂപ വരെ ശമ്പള സ്കെയിലും 4,600 രൂപ അസൈൻസ് ഗ്രേഡ് പേയും ലഭിക്കും. 7ാം CPC അനുസരിച്ച് അടിസ്ഥാന ശമ്പളം 44,900 രൂപയാണ്. കൂടാതെ വീട്ടുവാടക, അലവൻസ്, യാത്രാ റീഇംബേഴ്സ്മെന്റ്, പ്രതിമാസ നഴ്സിംഗ് അലവൻസ് എന്നിവയുൾപ്പെടെ അധിക ആനുകൂല്യങ്ങൾ ഓഫീസർമാർക്ക് ലഭിക്കുന്നു. മൊത്ത ശമ്പളം ഏകദേശം 82,782 രൂപയാണ്. BSc നഴ്സിംഗ് ബിരുദമുള്ളവർക്ക് അധിക ഇൻക്രിമെന്റ് ലഭിക്കും. GMCH നഴ്സിംഗ് ഓഫീസർമാരായി നിയമിക്കപ്പെടുന്നവർ 2 വർഷത്തെ പ്രൊബേഷൻ ഉണ്ടായിരിക്കും. പ്രൊബേഷൻ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് അധിക ആനുകൂല്യങ്ങളും അലവൻസും ലഭിക്കും. ചുമതലകൾ: നഴ്സിംഗ് മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് രോഗികൾക്ക് ശ്രദ്ധാപൂർവവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം നൽകുക. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളുടെയും ചികിത്സകളുടെയും നടത്തിപ്പ് മേൽനോട്ടം വഹിക്കുക. രോഗിയുടെ ആരോഗ്യസ്ഥിതി ട്രാക്ക് ചെയ്യുകയും സുപ്രധാന സ്ഥിതിവിവരക്കണക്കുകൾ പതിവായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ചികിത്സാതന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ഡോക്ടർമാരുമായും മെഡിക്കൽ സ്റ്റാഫുമായും സഹകരിക്കുക. പരിചരണ രീതികൾ, പ്രതിരോധ നടപടികൾ എന്നിവയെക്കുറിച്ച് രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ബോധവൽക്കരിക്കുക. ശുചിത്വവും അണുബാധ പ്രതിരോധ നടപടികളും കർശനമായി പാലിക്കുക. എല്ലായ്പ്പോഴും രോഗികളുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ഡാറ്റ സ്വകാര്യത ഉറപ്പാക്കുകയും ചെയ്യുക. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം gmch.gov.in. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.